നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകത്തിനെ പറ്റി നമ്മളിൽ മിക്കവരും കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ഒരു പഴയ ചരിത്ര സംഭവം മാത്രമാണോ, അതോ അതിൻ്റെ പിന്നിൽ ദൈവം ഒളിപ്പിച്ച മറ്റെന്തെങ്കിലും ആത്മീയ സന്ദേശമുണ്ടോ? വരൂ നമുക്കൊരുമിച്ച് നോക്കാം. നോഹയുടെ പെട്ടകം ഒരു വലിയ മരപ്പെട്ടകം മാത്രമായിരുന്നില്ല. അത് വരാനിരുന്ന യേശുക്രിസ്തുവിനെ മുൻകൂട്ടി കാണിച്ച ഒരു ജീവിക്കുന്ന ചിത്രം കൂടിയാണ്. ദൈവത്തിന് നോഹയും കുടുംബത്തെയും രക്ഷിക്കാൻ പല വഴികളും ഉണ്ടായിരുന്നു. ഒരു പെട്ടകം ഉണ്ടാക്കാതെ തന്നെ അവരെ രക്ഷിക്കാമായിരുന്നു. എന്നാൽ ദൈവം നോഹയോട് പ്രത്യേകമായി ഒരു പെട്ടകം പണിയാൻ കൽപ്പിച്ചു. എന്തുകൊണ്ട്? കാരണം ദൈവം അവിടെ ഒരു കുടുംബത്തെ മാത്രം രക്ഷിക്കുകയായിരുന്നില്ല, എല്ലാ തലമുറകൾക്കും രക്ഷയുടെ വഴി മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയായിരുന്നു. രക്ഷ എന്നത് നമ്മൾ ഒരു അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതല്ല, ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇന്ന് ആ പെട്ടകം യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ആ പെട്ടകത്തിൽ സുരക്ഷിതരായി പ്രവേശിച്ചവരെ പോലെയാണ്. മറ്റൊരു മനോഹരമായ കാര്യം ശ്രദ്ധിക്കൂ. പെട്ടകത്തിനുള്ളിൽ വലിയ മൃഗങ്ങളും ചെറിയ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരെ അവൻ വലിയവനെന്നോ ചെറിയവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ എന്നൊന്നും വേർതിരിക്കുന്നില്ല. അവൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും അവൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഇനി മറ്റൊരു മനോഹരമായ ചിത്രം നോക്കൂ. പെട്ടകം വെള്ളപ്പൊക്കത്തെ തടഞ്ഞില്ല. മഴ പെയ്തു, കാറ്റ് വീശി, തിരമാലകൾ ആഞ്ഞടിച്ചു. പക്ഷേ വെള്ളപ്പൊക്കത്തിന് പെട്ടകത്തെ മുക്കിക്കളയാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതവും. പ്രശ്നങ്ങൾ വരും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ നേരിടേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിലുള്ളവനെ ഒന്നിനും നശിപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ സുരക്ഷ ക്രിസ്തുവിലാണ്. നോഹയുടെ കുടുംബം പെട്ടകത്തിനുള്ളിലായിരിക്കുമ്പോഴും പുറത്ത് കൊടുങ്കാറ്റുണ്ടായിരുന്നു. എന്നാൽ അവർ ഭയപ്പെട്ടില്ല. കാരണം അവർ ദൈവം ഒരുക്കിയ രക്ഷയ്ക്കുള്ളിലായിരുന്നു. പുറത്തുള്ള ലോകം ന്യായവിധി അനുഭവിക്കുമ്പോൾ പെട്ടകത്തിനകത്തുള്ളവർ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷയ്ക്കായി ദൈവം ഒരു പെട്ടകം മാത്രമാണ് ഒരുക്കിയത്, രണ്ടാമതൊന്നില്ലായിരുന്നു. അതുപോലെ ഇന്നും രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേയുള്ളൂ. ആ വഴി യേശുക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുപോലെ പെട്ടകത്തിന് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മെ മറ്റൊരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. അതിനാൽ ഒരു പെട്ടകം, ഒരു വാതിൽ, ഒരു രക്ഷ എന്നത് വെറും നോഹയുടെ കാലത്തെ സംഭവമല്ല. അത് ഇന്ന് നമ്മോടും സംസാരിക്കുന്നു. ഒരു ക്രിസ്തു, ഒരു വഴി, ഒരു രക്ഷ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് നോഹയല്ല, ദൈവമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എല്ലാവർക്കും മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകുന്നു. എന്നാൽ ആ അവസരം എന്നേക്കും തുറന്നു കിടക്കില്ല. ഒരു നാൾ ആ വാതിൽ അടയുകയും ചെയ്യും. അതുകൊണ്ട് നാളെ എന്ന് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക. ഇന്ന് തന്നെയാണ് രക്ഷയുടെ ദിവസം. അപ്പോൾ ഇന്നത്തെ പഠനം വളരെ ലളിതമായിരുന്നു. അന്ന് ഒരു പെട്ടകം, ഒരു വാതിൽ, ഒരു രക്ഷ. ഇന്ന് ഒരു ക്രിസ്തു, ഒരു വഴി, ഒരു രക്ഷ. ഈ സന്ദേശം നിങ്ങൾ അനുഗ്രഹിച്ചെങ്കിൽ ദൈവവചനം സ്വയം വായിച്ചു പരിശോധിക്കൂ. ഇനിയും ബൈബിളിലെ അനേക മനോഹരമായ സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.